ഞാൻ പോലീസിൽ ജോലി ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം 22 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടി വരുന്ന കേസുകളാണ് അൺനാച്ചുറൽ ഡെത്ത് കേസുകൾ, അസ്വാഭാവിക മരണം എന്ന് പറയും. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ സാധാരണയായിട്ട് എല്ലാ സ്റ്റേഷൻ പരിധിയിലും അസ്വാഭാവിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമല്ലാത്ത കാരണം അല്ലെങ്കിൽ സ്വാഭാവികമല്ല എന്നുള്ള സംശയം തോന്നുന്ന രീതിയിലുള്ള മരണങ്ങളാണ്. അത് അന്വേഷിക്കേണ്ട ചുമതല പോലീസിനാണ്. എല്ലാ രാജ്യങ്ങളിലും അസ്വാഭാവിക മരണം അന്വേഷിക്കാൻ ഒരു ഏജൻസി ഉണ്ടാവും. അത് അന്വേഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അസ്വാഭാവിക മരണം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അത് സൂയിസൈഡാണോ ഹോമിസൈഡാണോ, അതായത് ഏതെങ്കിലും രീതിയിലുള്ള കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ള ഉറപ്പ് വരുത്തി അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നേരത്തെ CRPC 174 CRPC, ഇപ്പോൾ പുതിയ BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 194 പ്രകാരം അത് പോലീസിൻ്റെ ചുമതലയാണ്. മറ്റ് ചില രാജ്യങ്ങളിൽ അത് മജിസ്റ്റീരിയൽ പവറുള്ള കൊറോണർ എന്നുള്ള പേരുള്ള ഏജൻസിയൊക്കെയാണ് അത് അന്വേഷിക്കുന്നത്. സാധാരണ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ അൺനാച്ചുറൽ ഡെത്തുകൾ റിപ്പോർട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണത്തിന് ചില തടസ്സങ്ങളൊക്കെ വരാറുണ്ട്. ഒന്നാമത്, ഈ കേസ് ഇങ്ങനെ റിപ്പോർട്ടാകുമ്പോൾ തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ, സാധാരണ എൻ്റെ ഇൻഫർമേഷൻസ് കിട്ടുന്ന ആശുപത്രിയിൽ ബ്രോഡ് ഡെഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരിക, മരിച്ച രീതിയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ സംശയകരമായ സാഹചര്യത്തിൽ ആളുകൾ മരിക്കുക, അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അത് അന്വേഷിച്ച് വരുമ്പോൾ ബന്ധുക്കൾ അതിന് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലമായ തടസ്സപ്പെടുത്തലല്ല, ചില സ്ഥലത്ത് ബലമായ തടസ്സപ്പെടുത്തലുകളുണ്ടാവും, അങ്ങനെ തടയുന്ന രീതികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അസ്വാഭാവിക മരണം അന്വേഷിക്കുക എന്നുള്ള കാര്യം. കാരണം അതൊരു സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. ഒരാൾ മരിച്ചതിൻ്റെ കാരണം കണ്ടെത്തി, അതിൽ യഥാർത്ഥ കാരണം കണ്ടെത്തി, അതിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷ, അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇനി ആത്മഹത്യയാണെങ്കിൽ അതിന് കാരണമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആത്മഹത്യകളും അതുപോലെ തന്നെ കൊലപാതകങ്ങളുടെയൊക്കെ അന്വേഷണം, ഇൻക്വസ്റ്റൊക്കെ നടത്താറുണ്ട്. നമ്മൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരിക്കുമ്പോൾ ആദ്യം തന്നെ അൺനാച്ചുറൽ ഡെത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നടപടികളെല്ലാം എടുക്കേണ്ടത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെയാണ്. പിന്നീടാണ് അത് കൊലപാതകമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അന്വേഷിക്കേണ്ട ആളുകൾ, അത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അന്വേഷിക്കേണ്ടതെങ്കിൽ അയാൾ, അല്ലെങ്കിൽ അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കേണ്ടതെങ്കിൽ ആ അന്വേഷണമൊക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് മൊഴിയെടുക്കുന്ന സമയം മുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. മൊഴിയെടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു വീട്ടിലൊരാൾ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ വിവരം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പോലീസ് മൊഴിയെടുക്കുന്ന അയാളുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്താണ് കേസെടുക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ മൊഴിയെടുക്കുന്നയാൾ ഏതെങ്കിലും രീതിയിൽ കേസിൽ പ്രതിയാകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു മൊഴിയെടുക്കുന്നത് ശരിയല്ല. കാരണം FIR ഇട്ട് തന്നെ ആൾ തന്നെ കേസിൽ പ്രതിയാവും എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണത്തെ അത് വളരെയധികം രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ആ FI സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ മുതൽ ആ കേസിൻ്റെ നമ്മൾ സൂക്ഷ്മമായിട്ട് മാത്രമേ പ്രവർത്തിക്കാമുള്ളൂ. അങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ അന്വേഷിക്കുകയും അതുപോലെ തന്നെ ഇൻക്വസ്റ്റുകൾ, കേസിൻ്റെ FIR എടുത്തു കഴിഞ്ഞാൽ, ഒരു അസ്വാഭാവിക മരണത്തിൻ്റെ കേസിൻ്റെ FIR എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്തുക എന്നുള്ളൊരു നടപടിയുണ്ട്. ആ ഇൻക്വസ്റ്റ് സാധാരണ രീതിയിൽ ഇൻക്വസ്റ്റ് നടത്തേണ്ടത് പോലീസ് ഇൻസ്പെക്ടർ തന്നെയാണ്, സ്റ്റേഷനിലെ ഓഫീസർമാരാണ്, പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിനകത്ത് ഇൻക്വസ്റ്റ് നടത്തേണ്ടത്. അയാളുടെ ബോഡി, ശവശരീരം കാണപ്പെട്ട സ്ഥലത്ത് ചെന്ന് ആ ശവശരീരം പരിശോധിച്ച് അതിൽ കാണുന്ന മുറിവുകളൊക്കെ രേഖപ്പെടുത്തി, പ്രത്യക്ഷമായ മരണകാരണം രേഖപ്പെടുത്തി, 4 പഞ്ചായത്തുകാരെന്ന് പറഞ്ഞാൽ സാക്ഷികൾ എന്നുള്ള രീതിയിലാണ്, 4 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ആ ബോഡി മുഴുവൻ പരിശോധിച്ച്, വസ്ത്രമൊക്കെ അഴിച്ച് പരിശോധിച്ച്, അതിന് കാണുന്ന മുറിവുകൾ രേഖപ്പെടുത്തി
ഹാജരാക്കുന്ന തയ്യാറാക്കുന്ന ഒരു രേഖയാണ് ഈ ഇൻക്വസ്റ്റ്. ഈ ഇൻക്വസ്റ്റ് ഒരു കേസിൻ്റെ, അത് പിന്നീട് വല്ലതും ഗൗരവമുള്ള കേസായിട്ട് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇൻക്വസ്റ്റ്. അത് മരിച്ചത് ഒരു സ്ത്രീയും അവർ വിവാഹം കഴിച്ചതിന് ശേഷം 7 കൊല്ലത്തിന് ഉള്ളിലാണ് അവർ മരിച്ചതെങ്കിൽ അവരുടെ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടത്തേണ്ടത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തഹസിൽദാർ അല്ലെങ്കിൽ ADM, കളക്ടർ, ആ റാങ്കിൽ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ അകത്ത് ഇൻക്വസ്റ്റ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ബോഡി കുഴിച്ചിട്ടതിന് ശേഷം അത് ഇൻക്വസ്റ്റ് നടത്തി പരിശോധിക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യേണ്ടതും ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു കേസിൽ ഞാൻ കാളിയാർ CA ആയിരിക്കുന്ന സമയത്ത് ഒരു മകൻ അമ്മയെ കൊന്നൊരു കേസുണ്ടായിരുന്നു. അവർ ഒരു കാടിൻ്റെ ഒരു ചെരുവിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അമ്മയും മകനും മാത്രമാണ് താമസം ഉണ്ടായിരുന്നത്. അതിൻ്റെ പുറകിലേക്ക് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അമ്മയെ 2-3 ദിവസമായിട്ട് കാണാതിരുന്നതിനെ തുടർന്നാണ് ആളുകൾ അന്വേഷണമൊക്കെ നടത്തി അമ്മയെ കണ്ടെത്തുമ്പോൾ അമ്മയുടെ ദേഹത്ത് കുറച്ച് മണ്ണ് വീണ് കിടക്കണ്ടായിരുന്നു. ശരിക്കും അത് ആ മണ്ണ് അപ്പുറത്തെ ഈ തിട്ടിൽ നിന്ന് ഇടിഞ്ഞ് വീണതാണ്. എന്നാൽ പോലും അങ്ങനെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുമ്പോൾ അത് എക്സ്ഹ്യൂം ചെയ്തെടുക്കുകയാണ്. അത് കുഴി നിന്ന് എടുക്കുക ആയതുകൊണ്ട് അത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇൻക്വസ്റ്റ് നടത്തുകയാണ് ഇത്. ഈ ആത്മഹത്യ ചെയ്ത ചില സംഭവങ്ങളിൽ കുറേ ആത്മഹത്യയുടെ കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളിൽ എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു കാരണം നമുക്ക് ഭയങ്കര ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. ആത്മഹത്യയാണെന്ന് ഉള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ എന്തിനാ ആത്മഹത്യ ചെയ്തു അതിനൊരു പ്രത്യക്ഷമായൊരു കാരണം കാണുന്നില്ല. അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ്, ഞാൻ പെരുമ്പാവൂർ സ്റ്റേഷനിൽ CA ആയിരിക്കുമ്പോൾ അവിടെ ചേലാമറ്റം എന്ന ഭാഗത്ത്, ചേലാമറ്റം അമ്പലത്തിലേക്ക് പോകുന്ന ആ വഴിയുടെ എതിർഭാഗത്തുള്ളൊരു വീട്ടിൽ ഒരു അമ്മയും അച്ഛനും 2 കുട്ടികളും, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, അവർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. അവരുടെ മരണവിവരം നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ആ വീട്ടിൽ ലൈറ്റൊക്കെ ഉള്ളതായിട്ടും ഏതാണ്ട് വിവരങ്ങൾ കിട്ടിയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കിട്ടിയ പ്രകാരം അന്ന് നൈറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഭിത്തിയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വിവരങ്ങളൊക്കെ അറിയിച്ച് ഞാൻ SHO ആണ്. ഞാനപ്പോൾ തന്നെ വിവരം അറിഞ്ഞ് അവിടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മുറിയിൽ അച്ഛനും അമ്മയും ഒരു കയറിലും, അതുപോലെ തന്നെ ഒരു മുറിയിൽ ഈ മക്കൾ 2 പേരും ഒരു കയറിലും തൂങ്ങി മരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരു ചിട്ടി നടത്തിക്കൊണ്ടിരുന്നു. ആ ചിട്ടി കുറച്ച് നഷ്ടമായിരുന്നു. ആ ചിട്ടി അങ്ങനെ നഷ്ടമായിരുന്നു എന്നല്ലാതെ അതിൻ്റെ അകത്ത് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തെങ്കിലും ഉള്ളതായിട്ട് അതിൻ്റെ അന്വേഷണത്തിലൊന്നും ബോധ്യപ്പെട്ടില്ല. അവർ ഭിത്തിയിൽ മുഴുവൻ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിട്ടിയുടെ തകർന്ന കാര്യവും അത് അങ്ങനെ സാമ്പത്തിക നഷ്ടം വന്ന കാര്യങ്ങളെല്ലാം അവർ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതിനകത്ത് ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറേ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിൽ അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടില്ല. ആ സമയത്ത് കൊറോണ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കുറേ നാളുകളായിട്ട് അവരങ്ങനെ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം, എന്തെങ്കിലും ഒരു ആത്മഹത്യക്ക് കാരണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൊറോണയുടെ ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് ലൂസായിട്ട് അങ്ങനെ അതിൻ്റെ നിബന്ധനകളൊക്കെ ഇത്തിരി അയവ് വന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ മറ്റാരെങ്കിലും ചെന്ന് അവരെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കുകയോ അങ്ങനത്തെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ആത്മഹത്യ ചെയ്തു. അവരെ സംബന്ധിച്ചുള്ള ആ വീട് റോഡിൻ്റെ വലിയ ദൂരഭാഗത്തല്ല. അവർക്ക് കുറച്ച് വസ്തു അവിടെയുണ്ട്. ഈ വസ്തു എല്ലാം വിറ്റാൽ പോലും അവർക്ക് ഈ കടമൊക്കെ തീർക്കാവുന്നതായിരുന്നു. എന്നാലും അതിനെക്കുറിച്ച് ആലോചിക്കാതെ 4 പേര് കൂടി ആത്മഹത്യ ചെയ്തു എന്ന് ആണ് തെളിവുകൾ കാണിക്കുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള കാര്യം അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടാതെ വരും. പിന്നീടൊരു സംഭവം ഉള്ളത്, ഞാൻ കായംകുളം CA ആയിരുന്ന സമയത്ത് കായംകുളം സർക്കിൾ സ്റ്റേഷനിൽ ഉൾപ്പെട്ട ഒരു സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി കുളിമുറിയിൽ തീ കത്തി മരിച്ചു എന്നുള്ള വിവരം കിട്ടി. അന്നത്തെ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിവരം അറിയിച്ചു. സബ് ഇൻസ്പെക്ടർ അവിടെ ചെന്നതിൻ്റെ പുറകെ വലിയ താമസമില്ലാതെ തന്നെ ഞാനവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു കുളിമുറിയിൽ ഈ പെൺകുട്ടി തീ കത്തി ഇരിക്കുകയാണ്. അവിടെ ചാരിയിരിക്കുന്ന രീതിയിൽ ഇരിക്കുകയാണ്. ആ വീട്ടിൽ ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട്, അവർക്ക് 22 വയസ്സ് എങ്ങാണ്ടാകുന്നുള്ളൂ. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 60 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ മരണം നടക്കുന്ന ആ ദിവസത്തിൻ്റെ തലേ ദിവസം അവർ വീട്ടിലെത്തിയിരുന്നു. വീട്ടിൽ അമ്മ, 2 സഹോദരിമാരുണ്ട്. അപ്പോൾ അമ്മയോടും സഹോദരിമാരോടൊക്കെ അവിടെ ചെന്നു. അത്ര തൃപ്തിയില്ല എന്നുള്ള ഈ പുതിയ കല്യാണ വീട്ടിൽ അത്ര തൃപ്തിയില്ല, അവരുടെ പെരുമാറ്റമൊന്നും അത്ര ശരിയല്ല എന്നൊക്കെ ചെറിയ പരാതികളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ മോട്ടോർ സൈക്കിളിൽ ഒരുമിച്ചാണ് അങ്ങോട്ട് പോയത്. ഒരു ദിവസം അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയോടുകൂടി ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ മരണം നടക്കുന്ന സമയത്ത് ഭർത്താവ് പുറത്തു പോയിരിക്കുകയായിരുന്നു. അവിടെ വീട്ടിൽ പ്രായമുള്ള അമ്മയും അച്ഛനും ഒരു കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നു. കുട്ടി അവരുടെ ചേട്ടൻ്റെ കുട്ടിയും ചേച്ചിയും, ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൾ കുളിക്കുകയെന്നും പറഞ്ഞ് കുളിമുറിയിലേക്ക് പോയി. പക്ഷേ പിന്നീട് പെട്ടെന്ന് കറണ്ടൊക്കെ പോയി. കറണ്ട് പോയതെന്നുണ്ടെങ്കിൽ ഇവൾ മണ്ണെണ്ണ ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്താണ് ഉണ്ടായത്. പക്ഷേ എന്തിനാണ് അവൾ ആ അന്വേഷണത്തിൽ അത് ആത്മഹത്യ എന്നാണെന്നാണ് അതിൻ്റെ പ്രാഥമിക തെളിവുകളും അന്വേഷണത്തിലൊക്കെ ബോധ്യപ്പെട്ടത്. പക്ഷേ എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു കാര്യം ആ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ കാട്ടാക്കട DYSP ആയിരിക്കുമ്പോൾ കാട്ടാക്കട സബ് ഡിവിഷനിലല്ലാത്ത നെയ്യാറ്റിൻകര സബ് ഡിവിഷനിലാണെന്നുണ്ട് ആര്യങ്കോട് എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം കിട്ടി. ഞാൻ അന്ന് ചാർജിലുണ്ടായിരുന്ന ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ 14 വയസ്സുള്ള രാജപ്രദീപ് എന്നാണ് അവൻ്റെ പേര്, അവൻ ജനലിൽ തൂങ്ങി മരിച്ച് കിടക്കുകയാണ്. അങ്ങനെ ആ വീട്ടിലെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവന് അച്ഛനും അമ്മയുണ്ട്, അതുപോലെ ഒരു അനിയത്തിയുണ്ട്, അച്ഛനുണ്ട്. വളരെ സന്തോഷകരമായൊരു സാഹചര്യമാണ്. വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അച്ഛന് JCB ഡ്രൈവറാണ്. ഇവന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് അന്നത്തെ അന്വേഷണത്തിലൊന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തുടർന്നും ഈ കേസിൻ്റെ സാഹചര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടും മറ്റൊരു എന്തെങ്കിലും ഇടപെടലുകളോ എന്തെങ്കിലും ആത്മഹത്യ അല്ലാത്ത രീതിയിലുള്ള യാതൊരു രീതിയും കിട്ടില്ല. പക്ഷേ ഈ 14 വയസ്സിനുള്ളിൽ അവൻ അവിടെ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മറ്റൊരു സംഭവം, അമൃത ആശുപത്രിയിൽ, ഞാൻ എറണാകുളം സെൻട്രൽ ACP ആയിരിക്കുമ്പോൾ അമൃത ആശുപത്രിയിലെ MD കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർ തൂങ്ങി മരിച്ചു. അവർക്ക് സാധാരണ രീതിയിൽ ആദ്യത്തെ അന്വേഷണമൊന്നും അവർക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു സാഹചര്യമില്ല. അവർ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു, MBBSന് കിട്ടി. അതിനുശേഷം MDയും അവർ പഠിച്ചതാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു സഹോദരനാണ് ഉള്ളതെന്നാണ് അന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം അവരിവിടെ അമൃത ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് വരികയാണ്. ഇനിയും അവർക്ക് വളരെയധികം മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നതാണ്. എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് അവർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇതുപോലെ നിരവധി ആത്മഹത്യകൾ. ഒരു പെൺകുട്ടി, അതും അമൃത ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കുട്ടിക്ക് ഒരു കാരണം പറയാനുണ്ടായിരുന്ന, അവൾക്ക് അടുപ്പമുണ്ടായിരുന്നൊരു പയ്യൻ ഒരു അസുഖം വന്ന് മരിച്ചിരുന്നു. ഒരു കൊല്ലം മുമ്പാണ് മരിച്ചത്. അതിനുശേഷം അവളെ ഏകദേശം അതിൻ്റെ ഷോക്കിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തതാണ്. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഈ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ മരിച്ച പയ്യനും രണ്ടുപേരും കോതമംഗലം സ്വദേശികളായിരുന്നു, കോതമംഗലംകാരായിരുന്നു. പയ്യന് അസുഖം വന്ന് അവൻ മരിച്ചുപോയി. അതിനുശേഷം ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവളുടെ മുറിയിൽ തൂങ്ങി മരിക്കുകയുണ്ടായത്. ഇങ്ങനെ ധാരാളം ആത്മഹത്യകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് അന്വേഷിച്ച് വരുമ്പോൾ എന്തിനാണ് ഇവർ ചെയ്തത് എന്നുള്ള സംശയം നമുക്ക് പലപ്പോഴും തോന്നും. ഈ ആത്മഹത്യകൾ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, കൃത്യസമയത്ത് തക്കതായ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ഇവർ പോകുമായിരുന്നില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത കാര്യത്തിലൊന്നും അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമേ അവർക്കുണ്ടായിരുന്നില്ല. അതിന് അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ പറ്റിയ ഏതെങ്കിലും മുതിർന്ന ആളുകളോ ബന്ധുക്കളോ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകില്ലായിരുന്നു. അവരുടെ മനസ്സ് തുറന്ന് അവർ ആരോടെങ്കിലും സംസാരിക്കുകയുണ്ടായിരുന്നെങ്കിൽ ഈ ആത്മഹത്യയിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റും. അവർ രക്ഷപ്പെട്ടു പോയേനെ. ഒരു ജീവനാണ് രക്ഷപ്പെടുന്നത്, ഒരു കുടുംബം മൊത്തമായിട്ട് രക്ഷപ്പെട്ടേനെ. ആ സാഹചര്യത്തിലുള്ള ഇങ്ങനെ ഏതെങ്കിലും
നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ വേണ്ട രീതിയിൽ നമ്മൾ ഇടപെട്ട് അവരെ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുള്ള ഏജൻസികൾ ഉണ്ടാവണം, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഏജൻസികൾ ഉണ്ടാവണം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊച്ചി സിറ്റിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ആ ഏജൻസിയും ഇങ്ങനെ മനോവിഷമത്തിലിരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും പോലീസിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ ഒരു കടമയാണ്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേദനയുണ്ടാക്കിയ 2 മരണങ്ങൾ കൊച്ചി സിറ്റിയിൽ ഞാൻ ACP സെൻറ്ററിലായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. അത് 2ഉം കൊലപാതകങ്ങളായിരുന്നു. പക്ഷേ ആ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണമാണ്. ഈ കുട്ടി അവിടെ എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛനും അമ്മയെന്നാണ് ആദ്യം പറഞ്ഞ് അവർ ഈ കുട്ടിയും കൊണ്ട് അവർ ആശുപത്രിയിലെത്തുന്നു. കുട്ടിക്ക് മുലപ്പാൽ തലയിൽ കയറിയതാണ്, മുലപ്പാൽ തലയിൽ കയറിയതാണെന്ന് എന്ന് പറഞ്ഞാണ് അവർ ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. പക്ഷേ അവിടെ പരിശോധിച്ച ഡോക്ടർമാർക്ക് അത് സംശയം തോന്നിയതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മുലപ്പാൽ തലയിൽ കയറിയ അല്ലാതെ കുട്ടിക്ക് പരിക്കേറ്റതായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഉള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 വയസ്സുള്ള കുട്ടി, ഈ കുട്ടിയെ മുലപ്പാൽ തലയിൽ കയറുക എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നേക്കണു. ഒരു പ്രഥമ പരിശോധനയിലാണ് ഈ സംശയം തോന്നിയത്. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതൊരു അൺനാച്ചുറൽ ഡെത്തായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഈ കൊച്ചുകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു സംശയം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ വന്ന ലോഡ്ജും ഈ ആശുപത്രിയിലേക്ക് വന്ന ഇതൊക്കെ അത് പരിശോധിച്ചു. അപ്പോൾ ലോഡ്ജിൽ നിന്ന് ഈ അമ്മയും അച്ഛനും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് യാതൊരു തിരക്കും ഇല്ലാത്തതായിട്ട് പോലീസിന് ശ്രദ്ധപ്പെട്ടു. അവർ വളരെ സാവധാനത്തിൽ ഇറങ്ങി അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ വളരെ തിരക്ക് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി. അങ്ങനെ ആ സംശയത്തിൻ്റെ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻക്വസ്റ്റ് നടത്തി. പിന്നെ ഇൻക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അടുത്ത നടപടിയാണ് പോസ്റ്റ്മോർട്ടം. എല്ലാ അൺനാച്ചുറൽ ഡെത്ത് കേസുകളിലും ഉള്ളതാണ്. എല്ലാ അൺനാച്ചുറൽ ഡെത്ത് കേസുകളിലും പോസ്റ്റ്മോർട്ടം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ സർവീസ് ജീവിതത്തിൽ 18ഓളം ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്താതെ, ഒറ്റ കേസിൽ തന്നെ 18ഓളം ബോഡികൾ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താതെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കോതമംഗലം SI ആയിരുന്ന സമയത്ത് തട്ടേക്കാട് ഒരു ബോട്ടപകടം ഉണ്ടായി. അതിൽ 15 വിദ്യാർത്ഥികളും 3 അധ്യാപകരും മരിച്ചിരുന്നു. അതിൻ്റെ ബോഡികൾ ഇതിൽ മരണപ്പെട്ടവരുടെ ബോഡികൾ ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുത്തു. കാരണം മരണകാരണം വെള്ളത്തിൽ വീണ് മരിച്ചതെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അവരുടെ എല്ലാം ബോഡിയിൽ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ താമസം വരും, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് അന്ന് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുത്തത്. സാധാരണ രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ നിയമം 174 CRPC പ്രകാരം CRPC പ്രകാരം അൺനാച്ചുറൽ ഡെത്തിന് കേസ് രജിസ്റ്റർ ചെയ്താൽ ഇൻക്വസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് മരണകാരണം സ്ഥിരീകരിക്കുന്നതിന്, മരണകാരണം അറിയുന്നതിന്, മൃതദേഹം കീറിപ്പരിശോധിക്കുന്നതിനായിട്ട് അതിന് പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക്, സാധാരണ ഫോറൻസിക് ഡോക്ടർമാരാണ്, അവരുടെ അടുത്തേക്ക് അയച്ചു കൊടുക്കാറാണ് പതിവ്. മൃതദേഹം കീറിപ്പരിശോധിക്കാതെ വിട്ടുകൊടുക്കാനുള്ള അധികാരമുണ്ട്. ചില കേസുകളിൽ വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈ കുട്ടിയുടെ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ തലയുടെ പുറകിൽ ഒരു പരിക്കുള്ളതായിട്ട്, ആ പരിക്ക് 1.5 വയസ്സുള്ളൂ, ആ പരിക്കിൻ്റെ കാഠിന്യം കൊണ്ടാണ് കുട്ടി മരിച്ചതെന്ന് മനസ്സിലായി. തുടർന്ന് ഈ അമ്മയും അച്ഛനെയും ചോദ്യം ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ അച്ഛനല്ല ഇയാൾ അമ്മയുടെ സുഹൃത്താണ്. അമ്മയ്ക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന വിവാഹത്തിലുണ്ടായ കുട്ടിയാണ് ഈ കുട്ടി. ആ കുട്ടിയായിട്ട് ഇയാളുടെ കൂടെ താമസിക്കുകയായിരുന്നു. ഈ കുട്ടി ഒരു ശല്യമായി തോന്നിയതിനെ തുടർന്ന് കുട്ടിയെ മടിയിൽ വെച്ചിട്ട് മുട്ടിൽ കുട്ടിയുടെ തല ഇടിച്ച് അങ്ങനെയാണ് ഈ കുട്ടിയെ കൊന്നതെന്നുള്ള അന്വേഷണത്തിൽ വെളിവായി. അച്ഛനെ, ഈ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ അറസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇതിന് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് സഹായം ചെയ്തു എന്നുള്ള രീതിയിൽ അമ്മയും ഈ കേസിൽ പ്രതിയാണ്. അവരെയും അറസ്റ്റ് ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ബോഡി കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 14 ദിവസത്തോളം ഈ ബോഡി ഇരുന്നു. അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെയൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം അവർ ഈ ബോഡി ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. രേഖാമൂലവും അല്ലാതെയും ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു, വന്ന് നിങ്ങൾ ഇതൊന്ന്
മറവ് ചെയ്യാനുള്ള കൂട്ടുനിന്ന് നിന്നാൽ മതി, ഞങ്ങളെ സഹായിക്കാം എന്തെങ്കിലും പറഞ്ഞെങ്കിലും അവരൊരു രീതിയിലും ഈ അച്ഛൻ്റെ ബന്ധുക്കളോ അതിന് മുന്നോട്ട് വന്നില്ല. അമ്മയുടെ വീട്ടുകാർ തീരെ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നില്ല. അവസാനം ഇത് കൊച്ചി കോർപ്പറേഷനും പോലീസും കൂടി ഈ കുട്ടിക്ക് ഞങ്ങൾക്ക് ആകുന്ന രീതിയിലുള്ള ബഹുമാനത്തോടുകൂടി അവനെ മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു മരണമാണ് 4.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണം. അത് അങ്കമാലി സ്വദേശിയായ ഒരു മുത്തശ്ശിയും ആ മുത്തശ്ശിയുടെ കൂടെ ഉള്ള ഒരാളും അയാളോട് കൂടി ഈ 2 കുട്ടികളുമായിട്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ലോഡ്ജിൽ താമസിച്ച് വരികയായിരുന്നു. കുട്ടിയുടെ അമ്മ ജീവിക്കാൻ മാർഗമില്ലാത്തതിനാൽ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അച്ഛൻ അമ്മയുടെ കൂടെ താമസിക്കുകയായിരുന്നെങ്കിലും അയാൾ അല്പം മദ്യപാനിയൊക്കെ ആയിരുന്നു, അയാൾക്ക് ശ്രദ്ധയില്ലായിരുന്നു. ഈ മുത്തശ്ശിയാണ് ഈ കുട്ടികളെ 2 കൊണ്ടുകിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മുത്തശ്ശിയുമായിട്ട് എറണാകുളത്തെ ലോഡ്ജിൽ മുത്തശ്ശിയുടെ കൂട്ടുകാരനുമായിട്ട് താമസിച്ച് വരുമ്പോൾ മുത്തശ്ശിക്ക് ഏകദേശം 50 വയസ്സിന് മേളിൽ പ്രായമുണ്ട്, പക്ഷേ കൂട്ടുകാരന് ഏകദേശം 30 വയസ്സ് പ്രായമുള്ളൂ. അയാൾ ഈ കുട്ടി രാത്രി കിടന്ന് കരഞ്ഞു എന്നുള്ള ദേഷ്യത്തിൽ ആ സമയത്ത് കുട്ടിയെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഇവരിങ്ങനെ ഒരു കാര്യവും നടക്കാത്ത രീതിയിൽ ആശുപത്രിയിലെത്തി. പക്ഷേ മരണത്തിൽ ആ കുട്ടിയുടെ രീതിയെ കണ്ട് സംശയം തോന്നി അന്വേഷണം നടത്തി. അതൊരു കൊലപാതകം തെളിയുകയും ഈ കേസിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് എറണാകുളം സെൻട്രൽ സബ് ഡിവിഷനിലെ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ അതിൻ്റെ അമ്മ വളരെ മാരകമായി മുറിവേൽപ്പിച്ചതിന് ശേഷം അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പക്ഷേ കുട്ടി മരിച്ചില്ല. ഈ ഭർത്താവും ഭാര്യയുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു കൃത്യം ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് വലിയ പ്രായമുള്ളവരെല്ലാം 30 വയസ്സിന് താഴെയുള്ളതാണ് ഈ അമ്മ. ഭർത്താവിനും ആ പ്രായമൊക്കെ ഉള്ളൂ. അവർക്ക് ഈ കുട്ടിയെ കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടിയെ കൊല്ലണമെന്നുള്ള ശ്രമത്തിലാണ് അവർ മുറിവേൽപ്പിച്ചത്. പക്ഷേ കുട്ടിയോട്ട് മരിച്ചുമില്ല. അവർക്ക് ആ കുട്ടിയുടെ ശരീരത്തിലും അതുപോലെ തന്നെ മനസ്സിലും ഇനി ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന രീതിയിലുള്ള ഒരു മുറിവ് സമ്മാനിച്ചിട്ടാണ് ഈ അമ്മ മരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ചെയ്യുന്ന ആളുകൾ ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ഈ 3 കാര്യത്തിലും ഈ കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന അതുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളാണ് ഇതിൽ കൊലപാതകികളായത്. കുട്ടമ്പുഴ സ്റ്റേഷൻ പരിധിയിലെങ്ങാണ്ടായിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛനും അതുപോലെ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും അമ്മയും അടങ്ങിയ കുടുംബം. അവർ ഉള്ളിലേക്കുള്ളൊരു കാട് പോലത്തെ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ ഭാഗത്ത് വനത്തിൻ്റെ സൈഡിലുള്ള ഭാഗത്ത് അവർ താമസിച്ച് വരികയാണ്. അവിടെ ഈ അച്ഛൻ ഈ പെൺകുട്ടിയെ, ആ കുട്ടിക്ക് ഒരു 6-7 വയസ്സുള്ളൂ, ഈ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം അവിടെ ബെഞ്ചിൽ കിടത്തിയിട്ട് അടുത്തുള്ള മരത്തിൽ ഇയാൾ തൂങ്ങി മരിച്ചു. അപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്താനും ഞാൻ പോയിരുന്നു. ഇതൊക്കെ നമ്മളെ മനസ്സിനെ വളരെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. ആ കുട്ടി കിടക്കണ കണ്ടാൽ എന്തെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് അത് സഹിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തികൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇത് എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം. ഇതല്ലാതെ തന്നെ ഈ കേരളത്തിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും കുട്ടികളുമായിട്ടുള്ള മരണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ തടയാമെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കണം. അത് നിങ്ങളുടെ ഒരു താല്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ അണ്ണാച്ചൽ ഡെത്തും അല്ലെങ്കിൽ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. അവിടെ ഏകദേശം 20 പവനോളം സ്വർണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വില കൂടിയ റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു 300 അമേരിക്കൻ ഡോളർ ഉണ്ടായിരുന്നു. ഇതെല്ലാം മോഷണം പോയിട്ടുണ്ട്. മോഷണം നടന്നിരിക്കുന്നത് വീടിൻ്റെ പുറകുവശത്തുള്ള വാതിൽ തിക്കി തുറന്നാണ് ഉള്ളിൽ കയറിയിരിക്കുന്നത്. അവിടെ അലമാരിയിലൊക്കെ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ 3 വീടിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയും നേരത്തെ പറഞ്ഞ 2 ബന്ധുക്കളും അല്ലാതെ വേറെ 3 പേരും കൂടി ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുണ്ട്. ഒരു പുറംപണിക്ക് ഒരു സർവൻ്റ് ഉണ്ട്, അതുപോലെ ഉള്ളിലത്തെ ജോലിക്ക് ഒരു സർവൻ്റ് ഉണ്ട്, പിന്നെ ഒരു കാവൽക്കാരൻ ഒരാളുണ്ട്, ഒരു തമിഴ്നാട്ടുകാരനാണ് മുരുകൻ, അങ്ങനെ ഒരാളുമുണ്ട്.